നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവ്യ മുറിയിലേക്ക് വരുമ്പോ ഹബി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുവാണ്. ഏൻ ജ്വല്ലറി മാനേജർ ആകുന്നതിന് മുമ്പുള്ള മുഹമ്മദ് അല്ലേ? എടാ, നീ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഏൻ ജ്വല്ലറി മാനേജർ ആകാൻ പോവാന്ന്. എന്നിട്ട് ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞോടാ. അത് പിന്നെ നവ്യെ, ഞാനെങ്ങനെയാ? അറ്റ്ലീസ്റ്റ് നിന്റെ മുത്തശ്ശനോടെങ്കിലും നിനക്ക് പറയാൻ മേലായിരുന്നോ? എടി, അത് പറഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ല. പറയാതിരുന്ന എങ്ങനെയാ? ഏൻ ജ്വല്ലർ ഗംഭീരമായിട്ടാണ് അവരുടെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതൊക്കെ എന്താണെങ്കിലും ഈ വീട്ടിലുള്ളവർ അറിയാതിരിക്കില്ല. പിന്നെ രാവിലെ പോയിട്ട് നീ വൈകുന്നേരം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇവിടെയുള്ളവർ ചോദിക്കില്ലേ നീ എവിടേക്കാ പോയെന്ന്? നവ്യെ, നീ എന്നെ ഇങ്ങനെയൊന്ന് ഹെൽപ്പ് ചെയ്യ. ഒരു കാര്യം ചെയ്യ, മുത്തശ്ശനോട് പോയി പറയാൻ നീയും കൂടെ എന്നെ സഹായിക്കുക. എടാ, എന്റെ ആവശ്യം എന്താ? നീ തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞത് ശരിയാകത്തില്ല. നീ ആരെയാടാ പേടിക്കണേ? നിന്നെ മൂർത്തി ജ്വല്ലറിന്ന് ഇറക്കി വിട്ടല്ലേ? പിന്നെ നീ ഏൻ ജ്വല്ലറി പോകുന്നതിന് ആരെയും ഭയക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ നിനക്ക് പറയാം. എനിക്ക് അമ്മായിനെ പേടിയാ. പിന്നെ അമ്മായിനെ പേടിയാണ് പോലും എന്ന് വെച്ചാ ഇപ്പൊ അവരുടെ മാനല്ലേ മൂർത്തി ജ്വല്ലറിയുടെ MD അല്ലല്ലോ. പിന്നെ നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ ഇങ്ങനെ പേടിച്ചു പറിച്ച് മാറി എഴുതിട്ടും കാര്യമില്ല. എന്നാലും നവ്യെ, എനിക്കെന്തോ വല്ലാത്തൊരു പേടിയുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ജോലി എങ്ങാനും നീ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഒന്നിന് ഏതിനും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകത്തില്ല. എന്റെ തനി സ്വരൂപം നീ കാണുമെന്ന് പറഞ്ഞു. എന്റെ കൂടെ ഒന്ന് വാ പ്ലീസ് എന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ വരാന്ന് പറഞ്ഞു. കാരണം നവ്യയും കൂടെ വന്ന് റെക്കമെൻഡ് ചെയ്തിട്ടാ കിട്ടിയെന്നുള്ള അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് എങ്ങനെയായാലും ഒന്ന് മുത്തശ്ശനെയൊക്കെ സെറ്റാക്കാൻ വേണ്ടിട്ട് അഭിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നവ്യ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല നിനക്ക് ജോലി കിട്ടിയത്. കാരണം ഏൻ ജ്വല്ലറിക്കാർക്ക് നിന്റെ കഴിവിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടൊക്കെയാണ്. ഇനിയിപ്പോ എങ്ങനെയാലും മുത്തശ്ശനെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ അഭി തീരുമാനിച്ചു. അതിന് നല്ലൊരു ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയാണ്. അങ്ങനെ നവ്യയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം മുത്തശ്ശനും ദേവേനും കൂടെ ഹാളിൽ സംസാരിച്ച് ഇരിക്കുകയാണ്. ദേവേനോട് പറഞ്ഞു, അനിയോട് ഞാൻ പറഞ്ഞ ആദർശന് സഹായമൊന്നും തേണ്ടാന്ന്. പക്ഷെ അവന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ആദർശനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ചേട്ടനും അനുജനും തമ്മിൽ അത്ര അടുപ്പത്തിലല്ലേ. ചേട്ടന്റെ ഉപദേശം തേടിയിട്ടോ അനുജൻ എന്തും ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പോഴാണ് നവ്യയും അഭിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നവ്യ പറഞ്ഞു, അതെ മുത്തശ്ശനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മുത്തശ്ശന്റെ മുറി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ കണ്ടില്ല, അതാ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അല്ല, എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് എനിക്ക് അബിയെ കുറിച്ചാ പറയാനുള്ളത്. അബിയുടെ ഒരു ജോലിക്കാര്യത്തെ കുറിച്ചാ. ആഹാ, ഇവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോന്ന് ചോദിച്ചു. അല്ല, ഇവന് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷെ അതൊന്നും ഇവന് പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ. കാരണം ഇവന് ചതിയും വഞ്ചനയൊക്കെ അല്ലേ. എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മുടിപ്പിച്ചിട്ട് വരുന്ന സ്വഭാവമാണല്ലോ അവന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, മുത്തശ്ശ, ഇപ്പോഴാണെങ്കിൽ ഇവന് അടുക്കള ജോലിയും ചെയ്ത് ഇവിടെ നിൽക്കുക. മൂർത്തി ജ്വല്ലറിയിലോ ഇവന് ജോലിയൊന്നുമില്ല. അതിന് കാരണക്കാരനാരാ? ഇവൻ തന്നെയല്ലേ. ഇവൻ കാരണമല്ലേ ഇവന്റെ ജോലി നഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നവി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേങ്കില് ഇവനൊരു ജോലി ഇവിടുത്തെ കമ്പനി കൊടുക്കായിരുന്നു. നിങ്ങളാരും കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്റെ റെക്കമെൻഡേഷനിൽ ഇവനൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശിയോട് പറഞ്ഞു, അല്ല, ഇവിടെ അടുത്തൊരു കൊട്ടാരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ കൊട്ടാരത്തില് രാമവർമ്മ രാജാവിന്റെ ഒരു ഇളയ സന്തതിയുണ്ട്. അതിന്റെ പേരെന്താ? ആദിത്യൻ. അത് തന്നെ. ഇഷ്ടം പോലെ സ്വത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പറമ്പിലെ തേങ്ങ പെറുക്കി വിറ്റാൽ മാത്രം മതി നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കാനായിട്ട്. പക്ഷെ അവന്റെ പണി എന്താണെന്നറിയോ? മോഷണം. വഴിയെ പോകുന്ന സ്ത്രീകളുടെയൊക്കെ മാല പൊട്ടിക്കുക, കൂട്ടുകാരും ഒത്തുചേർന്നിട്ട് ബൈക്കെ പോയി മാല മോഷ്ടിക്കുക. അതൊക്കെയാണ് അവന്റെ ജോലി. എന്ത് ചെയ്യാനാ? കാരണവന്മാര് ചെയ്ത ഭാവത്തിന്റെ ഫലമായിരിക്കും ചിലപ്പം ഇപ്പൊ കൊച്ചുമക്കളാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഇവിടെ ചിലരൊക്കെ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവരിങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ല, അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ല, എവിടെയാ നവ്യെ? ഇവനെവിടെ ജോലി കിട്ടിയേക്കണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഏൻ ജ്വല്ലറിയില്ല. ഏൻ ജ്വല്ലറിയില്ല? അതെ, ഏൻ ജ്വല്ലറിക്കാര് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന്റെ മാനേജറായിട്ടാ. അത് കേട്ട് കഴിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശൻ ചിരിച്ചു. മാനേജറോ? ആഹാ, അത് കൊള്ളാലോ. സാരമില്ല, മാനേജർ പോസ്റ്റിൽ എന്ത് കണ്ടാണോ അവരിവനെ നിയമിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇവൻ താഴേക്ക് വരുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോ നവ്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, ഏൻ ജ്വല്ലറിയിലേക്ക് ഇവൻ പോകാനോ? ഒരു കാരണവശാലും അത് നടക്കില്ല. നീ പോവത്തില്ല ബി, ഏവൻ ജ്വല്ലറിയിലേക്ക് നീ പോവത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ നവ്യ എന്തുകൊണ്ട് പോയിക്കൂടാ? ഇവൻ ഏൻ ജ്വല്ലറിയിലേക്ക് പോവും, അവിടെ ജോലി ചെയ്യുകയും ചെയ്യും.
ഇവിടുത്തെ കമ്പനിയിലോ ഇവിടെയും ജോലിയില്ല. പിന്നെ ഇവനിവിടെ അടുക്കളപ്പണിയും ഇരിക്കണം എന്നാണോ നിങ്ങളൊക്കെ പറയണേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ദേവേന് പറഞ്ഞു, ഇവന്റെ സ്വഭാവം വെച്ച് ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യേണ്ടതാ. അത് മതി ഇവനെന്ന് പറഞ്ഞു. ജലജയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി ദേഷ്യപ്പെടണ്ട, അവൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏൻ ജ്വല്ലറിങ്കിൽ ഏൻ ജ്വല്ലറി, അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചല്ലേ, പോയി അധ്വാനിച്ച് ജീവിച്ചോട്ടെ. അല്ലാച്ചാ അത് പിന്നെ ഇതേ ഇവനിപ്പം മൂർത്തി ജ്വല്ലറി ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കൊടുക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഏൻ ജ്വല്ലറിക്ക് ചെന്നാലും ഇവൻ ഒറ്റ കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ഇവൻ പോയിക്കോട്ടെ, അവിടെ ചെന്നാലും ജോലി ചെയ്താൽ മതി. പിന്നെ അവിടെ ചെന്നിട്ടെങ്കിലും മര്യാദയ്ക്ക് നിൽക്കണോടാ, നിന്റെ യഥാർത്ഥ സ്വഭാവം എടുത്തേക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അല്ല ഇന്നു മുതലാ ജോയിൻ ചെയ്യണ്ട, 1-ാം തീയതി മുതലാ. ശരി. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് മുത്തശ്ശ. നന്ദിയൊന്നും എനിക്ക് വേണ്ട, എവിടെയെങ്കിലും ചെന്നിട്ട് നല്ല രീതിയിൽ നിന്നാ മതി. ഇതേ ഹണ്ടുപുരിയുടെ പേര് കളയാൻ നിന്നേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ട് അഭി അങ്ങോട്ട് പോവാണ്. നബി പിന്നാലെയും പോയി. അപ്പോഴേക്കും മുത്തശ്ശന് ദേവേനോട് പറഞ്ഞു, അവൻ പോയിക്കോട്ടെ, അവന്റെ കാര്യത്തിൽ ഇനിയിപ്പം വാശി പിടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ. അപ്പോഴേക്കും മുത്തശ്ശൻ മനസ്സിലോർത്തു, ഏൻ ജ്വല്ലറിക്കാർ ആദ്യം നബിയനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു, അതിനുശേഷം അബിയെ. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. മുത്തശ്ശന്റെ ട്രിക്ക് അതായിരുന്നു. അബി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേനും പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ കള്ളനായ ഒരുത്തനെ അവിടെ നിയമിക്കുന്ന എല്ലാം അറിഞ്ഞിട്ടും? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചതി ഇതിന്റെ പിന്നിൽ കാണും എന്ന് മുത്തശ്ശന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അതാണ് മുത്തശ്ശൻ അവനോട് പോയിക്കോളാൻ പറഞ്ഞ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ആദർശിന്റെ അടുത്തേക്ക് നയന വന്നു. ഈ സമയം ആദർശ് പറഞ്ഞു, നീ അറിഞ്ഞായിരുന്നോ, അബി ഏൻ ജ്വല്ലറി മാനേജരാകാൻ പോവാ, അവര് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, നേരത്തെ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. അപ്പൊ അത് ഉറപ്പിച്ച ആദർശേട്ടാ. അനന്തപുരിയിലുള്ളവർ സമ്മതിച്ചോന്ന് ചോദിച്ചു. സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ പോട്ടെ എന്ന് പറഞ്ഞു. അല്ല ആദർശേട്ടാ, അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറി ഒറ്റ കൊടുക്കുമെന്നായിരിക്കുമല്ലേ? അവൻ എന്തൊക്കെയോ വ്യക്തമായ ലക്ഷ്യം വെച്ചോണ്ടാ അവനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അല്ല, അവന്റെ സ്വഭാവം ചിലപ്പോൾ അവർക്കും മനസ്സിലായി കാണത്തില്ല. എന്റെ നയനെ അങ്ങനെ മനസ്സിലാവാതെ ഒരിക്കലും അവരെടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ കുറിച്ചും എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഏൺ ജ്വല്ലറിയുടെ കൈ കാണും. അതുപോലെ തന്നെ അബിയെ മാനേജറായിട്ട് നിയമിക്കുന്നുണ്ടെങ്കിൽ അബി എന്താ ഏതാന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമായിരിക്കും അവനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത്. ആദ്യം നിന്റെ നവ്യേച്ചി അവിടെ മോഡലാകാൻ വിളിച്ചു, ഇപ്പൊ അബിക്കും ജോലി കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. സാധാരണ ജ്വല്ലറിക്കാർ തമ്മിലുള്ള ഒരു മത്സരമല്ല ഇത്, അതിനേക്ക് അപ്പുറത്തേക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, ശരിക്കും പറഞ്ഞ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പോവാതിരുന്നാ മതി. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അല്ല അവൻ പോയിക്കോട്ടെ, അവനെ അവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല, അവൻ അങ്ങോട്ടേക്ക് ചെല്ലണം. ഇപ്പൊ തന്നെ അനിയാണ് മൂർത്തി ജ്വല്ലറിയുടെ MD. പിന്നെ അവൻ ആ കമ്പനിയുടെ മാനേജറും കൂടെ ആകുവാണെങ്കിൽ, ഏൻ ജ്വല്ലറിയുടെ മാനേജർ ആകുവാണെങ്കിൽ ഒരു പക്ഷേ ഈ വിഷുവിന് നല്ല കളക്ഷൻസും കാര്യങ്ങളും ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഈ പറയുന്ന അബിക്ക് ഭയങ്കര നേട്ടങ്ങളായിരിക്കും. കാരണം മൂർത്തി ജ്വല്ലറി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഏൻ ജ്വല്ലറി കുതിച്ചുയരുമല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല വിവരങ്ങളും ചോർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആദർശേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. പിന്നെ ഈ പറയുന്ന അബി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ നവിയുണ്ട്. നിന്റെ നവ്യേച്ച് കാരണമാണ് അബി കൂടുതൽ പോകുന്നത്. നവിയാണ് റെക്കമെൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നബി അവനോട് പോകാൻ പറഞ്ഞ അവന് പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ 100 പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം നിന്റെ നവ്യേച്ചക്ക് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അവൻ പോട്ടെ നയനെ, നീ വിഷമിക്കൊന്നും വേണ്ട, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ ചതികൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കള്ളനായി ഇവനെ ഒരിക്കലും പിടിച്ച് മാനേജരാക്കാനായിട്ട് ഏൻ ജ്വല്ലറിക്കാരിരുത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഈ വിഷുവിന് ഇഷ്ടം പോലെ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലെ ചതി നമുക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചറിയാൻ പറ്റും എന്ന് നയനയോട് ആദർശ് പറയാണ്. ഇതേ സമയത്ത് ഗോവിന്ദനുള്ള ചായയൊക്കെ ആയിട്ട് കനക അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കനക ചോദിച്ചു, എന്താ ഗോവിന്ദേട്ടാ ഭയങ്കര ആലോചനയിലാണല്ലോ? അത് പിന്നെ നവ്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? അല്ല നീ അറിഞ്ഞൊരു കാര്യം അവൾ എന്നോട് പറഞ്ഞു. എന്ത് കാര്യമാ? അല്ല നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അബി ഉണ്ടല്ലോ ഏൺ ജ്വല്ലറിയില് മാനേജരാകാൻ പോവാന്ന്. മാനേജർ ആവാനായിട്ടോ? അതെ, 1-ാം തീയതി ചാർജ് എടുക്കുമെന്നും പറഞ്ഞ അവള് വിളിച്ച്. അവള് ഭയങ്കര സന്തോഷത്തിലാ. എങ്കില് അവളുടെ റെക്കമെൻഡേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാ സംഭവം എന്ന് പറഞ്ഞു. അല്ല ഇതങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ ഗോവിന്ദേട്ടാന്ന് ചോദിച്ചു. ഗോവിന്ദൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറി കരിവാരി തേക്കുന്ന രീതിയിലുള്ള പണികളല്ലേ അവർ രണ്ടുപേരും കൂടി ചെയ്ത് കൂട്ടുന്നേ. ഇതേ
ഗോവിന്ദേട്ടാ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ നമുക്ക്? കാരണം നവ്യയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണോ? മുമ്പ് നീ പറയാൻ പോയതല്ലേ ഗോവിന്ദേട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ? അനന്തപുരി ചതിക്കുന്നതിന് തുല്യമല്ലേ അവര്. അബിയുടെ സ്വഭാവം അറിയാലോ. നേരത്തെ ആണെങ്കിൽ അബിയുടെ സ്വഭാവം നവ്യ ഒന്ന് മനസ്സിലാക്കിയതാ. അന്ന് ആദർശനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീണ്ടും അബിയുടെ വലയിൽ അവള് കുടുങ്ങിയിരിക്കുക. ഇനി അത് പറ്റില്ല ഗോവിന്ദേട്ടാ, എങ്ങനെയെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ അബി എന്ന് പറഞ്ഞ പെരുങ്കള്ളന്. ഇത് കേട്ടുകഴിഞ്ഞപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല അല്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദൻ പറഞ്ഞു, മൂർത്തി മുത്തശ്ശൻ സമ്മതിച്ചിട്ടുണ്ട് അവനോട് ജോലിക്ക് പോയിക്കൊള്ളാനായിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ല മനസ്സ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മോളും കൂടെ കാരണം അനന്തപുരിക്കാർക്ക് ഒരു ചീത്തപ്പേര് കേട്ടിട്ടുണ്ടെങ്കിൽ എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണല്ലോ ഞാൻ അബിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് കനക അബിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് ജലജ അബിയുടെ മുറിയിലേക്ക് വരുന്നേ. ആരടാ വിളിക്കുന്നേ? ഓ എന്റെ അമ്മായിമ്മയോ? അതെ, അവരെന്തിനാ നിന്നെ വിളിക്കുന്നത്? എന്തിനാന്ന് ആർക്കറിയാം. ഒരു പക്ഷെ ഇനിയിപ്പോ ഏൺ ജ്വല്ലറിയിൽ ഞാൻ മാനേജരാൻ പോവാന്ന് അറിഞ്ഞു കാണും. അപ്പൊ അതിന്റെ ദണ്ഡം കൊണ്ട് വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. കോലെടുത്തിട്ട് അബി പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞു. അമ്മയോ? നീ എന്നെ അമ്മയെന്നൊന്നും വിളിക്കുമൊന്നും വേണ്ട. എടാ നീ ഏൺ ജ്വല്ലറി മാനേജരാൻ പോവാണെന്ന് ചോദിച്ചു. അതെ അമ്മേ, അങ്ങനെ ഒരു ഓഫർ ലെറ്റർ എനിക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ ആ ലെറ്റർ അങ്ങോട്ട് വലിച്ചു കയറി കളഞ്ഞേക്കാൻ പറഞ്ഞു. അമ്മേ ഇത് നവ്യയുടെ റെക്കമെൻഡേഷനാ. ആരുടെ റെക്കമെൻഡേഷൻ ആണെങ്കിൽ ശരി, നീ അവിടെ ജോലിക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല, നീ പോവണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ അബിക്ക് എന്ത് മറുപടി പറയാനെന്ന് അറിയില്ല. അപ്പോഴേക്കും കനക പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. എടാ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് നവ്യയോട് പറയാൻ വന്ന, പക്ഷെ അന്ന് എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. ഇനി നീ അങ്ങനെ പോയിട്ടുണ്ടേ അറിയാലോ, പിന്നെ എന്താ ഞാൻ പറയണേന്ന്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വാഞ്ഞു വന്നു. നവ്യ വന്നിട്ട് അബിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ അബിയോട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയണെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു, അതെ പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട. ദേ ഞാനും കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടാ അവനോട് ജോലി കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ അനന്തമൂർത്തിക്ക് ഇല്ലാത്ത ദണ്ഡമുള്ളൂ അമ്മയ്ക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോവണ്ടെന്ന് പറയാനുള്ള അധികാര അവകാശമൊന്നും അമ്മയ്ക്കില്ല. ഇനിയിപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയായിട്ടും അച്ഛനുമായിട്ടുള്ള ബന്ധം ഞാനും കൂടി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് കനയ്ക്ക് കാരണം തടിയേറ്റല്ലേ പോയി. കനക അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നവ്യയുടെ അഹങ്കാരം ഇത്രയ്ക്ക് കൂടുന്നുള്ള. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുവേ. ഇനി എന്താണെങ്കിലും കനക നല്ല ഇടിവെട്ട് പണി തന്നെ നവ്യക്ക് കൊടുക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.